ഒരേ ഡിസൈനിൽ ചെയ്ത 2 കേക്ക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യത്തേത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോയി ക്ലാസ്സിൽ വെച്ച് കട്ട് ചെയ്യാനുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേറെ പ്രിന്റോ ടോപ്പേഴ്സോ ഒന്നും കേക്കിൽ വെക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്താൽ മതിയെന്ന്. ചേച്ചിയുടെ ബർത്ത്ഡേക്കുള്ള കേക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ പറഞ്ഞു പിങ്ക് ഷെയ്ഡിൽ ചെയ്താൽ മതിയെന്ന്. ചെറുപ്പത്തിലായിരുന്നു അവൾക്ക് പിങ്ക് കളറിനോടുള്ള ഇഷ്ടം. ഇപ്പം അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ വിചാരിച്ചു ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും കേക്കിൽ കാണാൻ ഭംഗി ഉണ്ടാവുക. പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് കേക്കിന്റെ ടോപ്പിൽ കൊടുത്തത്. പിന്നെ അഡ്ജസ്റ്റ് ഒന്നും അത്ര പെർഫെക്റ്റ് ഫിനിഷ് ആവണ ഒരു ഡിസൈൻ അല്ല അത്. അടുത്തത് ഒരു 1/2 kg കേക്കാണ്. അനീതി ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. ആദ്യം ഞാൻ ഓഫ് വൈറ്റ് ക്രീം വെച്ച് കേക്ക് ഫുള്ള് കവർ ചെയ്തെടുത്തു. എന്നിട്ട് കേക്കിന്റെ ടോപ്പിൽ ഡിസൈൻ കൊടുക്കാനുള്ള കളർ കസ്റ്റമർ ചൂസ് ചെയ്തത് ഗ്രേ ആയിരുന്നു. കളർ നെയിം കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ചെയ്തു, നീ എന്തിനാ ഈ കളർ ചൂസ് ചെയ്തതെന്ന്. അവർക്കാർക്കും അറിയില്ലല്ലോ, കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്തതെന്ന്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കേക്കിന്റെ സൈഡിൽ കുറച്ച് വൈറ്റ് പേൾസ് ഇട്ട് കൊടുത്തു.